പുഞ്ചിരിക്കുന്ന ചെറുപ്പക്കാര് പറയാറുണ്ട്, ഉസ്താദേ എന്റെ വാപ്പയ്ക്ക് 50 വയസ്സ് കഴിഞ്ഞോ 60 വയസ്സ് കഴിഞ്ഞോ, വാപ്പാന്റെ മുടിയെല്ലാം നരച്ചുപോയി, ഉപ്പയുടെ തൊലിയൊക്കെ ചുളുങ്ങി, ഉപ്പാൻ ഒരുപാട് രോഗമുണ്ട്, ഉപ്പയുടെ കൂടെ പഠിച്ചവരും കൂടപ്പറപ്പുകളും കുടുംബക്കാരും പലരും മണ്ണിനടിയിലേക്ക് പോയി. പക്ഷേ വാപ്പ നിസ്കരിക്കാറില്ല, വാപ്പ നമസ്കരിക്കാറില്ല, വാപ്പ ഇപ്പോഴും വ്യഭിചരിക്കുന്നവനാണ്, കള്ള കുടിക്കുന്നുണ്ട്, പ്രായം ചെന്നിട്ട് പോലും നന്നാകുന്നില്ലല്ലോ. മക്കളെ പള്ളിയിലെ ഖതീബിനോട് പറയുന്ന, ഉസ്താദേ എന്റെ വാപ്പയുടെ സ്വഭാവം ഒന്ന് നേരെയാകാൻ, എന്റെ വാപ്പയൊന്ന് നന്നാകാൻ ദുആ ചെയ്യണേ. പ്രായം ചെന്നിട്ട് പോലും എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ. 50-60 വയസ്സ് കഴിഞ്ഞ മുടിയൊക്കെ നരച്ചുപോയ പടുവൃത്തയായ മാതാവ് പഠിച്ചവനെ ഖുർആൻ കൈകൊണ്ട് തൊടാറില്ല, ദിക്റുകൾ പറയാറില്ല, അധിക സമയവും ജീവിയുടെ പിന്നിലാണ്, അവിടുത്തായസനയും പരദൂഷണവുമാണ് പറയുന്നത്, ശാപമാണ് ഉപദേശിക്കുന്നവരെ ശപിക്കുകയാണ്, സ്വന്തം മക്കളെ പോലും മാതാവ് ശപിച്ചുകൊണ്ടിരിക്കുകയാ. അമ്മ ഒരു വഖത്ത് പോലും നിസ്കരിക്കുന്നില്ലല്ലോ. മക്കളെ ചിന്തിക്കുന്നു, അല്ലാ എന്റെ ഉമ്മ എന്തേ നന്നാകാത്തത്, എന്റെ ഉമ്മ എന്തേ നന്നാകാത്തത്. സ്വന്തം മക്കളെ ദുആ ചെയ്യുന്ന ഉമ്മ നന്നാകുന്നതിന് വേണ്ടി, വാപ്പ നന്നാകുന്നതിന് വേണ്ടി മറ്റൊരു മാർഗമെടുത്ത് നോക്ക്. മാതാപിതാക്കള് കരയുകയാ. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? കഞ്ചാവടിച്ചുകൊണ്ട് മയക്കുമരുന്നടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന പൊന്നുമോനെ കാണുമ്പോ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ടല്ലോ, അപ്പാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, സ്വന്തം ഉമ്മവനെ ചിന്തിക്കുന്ന, പടച്ചവനെ എന്റെ മോനെന്തേ ഇങ്ങനെയായി പോയത്, ഇവനെന്തേ നന്നാകാത്തത്, ഇവനെന്തേ നന്നാകാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മുടെ മക്കള് നന്നാകാത്തതിന്റെ കാരണം എന്താ? ഒരു ഉദാഹരണം പറയട്ടെ. അതാ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്, പ്രണയമ തലയ്ക്ക് പിടിക്കുകയാണ്, അവസാനം വീട് വിട്ട് ഒളിച്ചോടുകയാണ്. കാമുകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ പെൺകുട്ടി ഇറങ്ങിപ്പോയി. അവസാനം ഇവിടെ വഴിയിൽ വെച്ച് കണ്ടുപിടിച്ചു, വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. 18 വയസ്സുള്ള പൊന്നുമോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ ദേഷ്യം കാരണം അവിടെ നിന്ന് തല്ലുകയാണ്. തന്റെ പൊന്നാര മകളെ അവിടെ നിന്ന് തല്ലുകയാ. 18 വയസ്സുള്ള തന്റെ പൊന്നുമകളെ വീടിനകത്തിട്ട് തല്ലുന്നത് കണ്ടപ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, തന്റെ പൊന്നുമകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് പിതാ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, എന്റെ പൊന്നുമോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ തല്ലിക്കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ മാതാവ് ആ 18 വയസ്സുകാരിയുടെ കാലിൽ പിടിച്ചിട്ട് പറയുന്നു, മോളെ അവനെ മറക്കണം മോളെ, അവനുമായി നമുക്കൊരു ബന്ധം വേണ്ട മോളെ, അവൻ മുസ്ലിമന്റെ മോളെ, ഉമ്മ പറയുന്നതനുസരിക്കുന്ന പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മാതാവ് 18 വയസ്സുകാരിയുടെ കാലിൽ പിടിച്ചിട്ട് കിടന്ന് കരയുകയാ. അവളുടെ മനസ്സ് മാറുന്നില്ല, അവരുടെ തീരുമാനത്തിൽ മാറ്റമില്ല, ഒരനക്കവുമില്ലല്ലോ. സ്വന്തം മാതാവാണ് മുമ്പിൽ കിടന്ന് നിലവിളിക്കുന്നത്, അവളെ കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. പഠിച്ചവരെ തളർന്നിരിക്കുന്ന പിതാവുണ്ടല്ലോ, പൊന്നുമോൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന സ്നേഹനിധിയായ പിതാവുണ്ടല്ലോ. തളർന്ന ശരീരവുമായി 18 വയസ്സുള്ള പെൺകുട്ടിയുടെ ചാരത്ത് വന്നിട്ട് കരയുകയാ, മോളെ ഇനി നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയില്ല, മോളെ ഇനി പുറത്തിറങ്ങാൻ കഴിയില്ല, എന്റെ കൂടപ്പുറപ്പുകൾക്ക് ഇനി ഒരു നല്ല കുടുംബത്തിൽ നിന്നൊരു നല്ല വിവാഹ ജീവിതം ഉണ്ടാകില്ല. നാണെടുത്തല്ലേ മോളെ, കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. എന്റെ പൊന്നുമോളുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തണമെന്ന് പിതാവ് തന്റെ പൊന്നുമോളുടെ കൈപിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. അവളുടെ
അവരുടെ തീരുമാനത്തിൽ മാറ്റമില്ല. ഉപദേശിക്കാൻ പറ്റുന്നവർ മുഴുവനും ഉപദേശിക്കുമല്ലോ. വീട്ടിലെ കാരണവന്മാര് ഉപദേശിച്ചു, വീട്ടിലെ കുടുംബക്കാര് ഉപദേശിച്ചു, കൂട്ടുകാരും കൂടപ്പിറപ്പുകളും ഉപദേശിച്ചു, പള്ളി കമ്മിറ്റിക്കാരുപദേശിച്ചു. അവസാനം പള്ളിയിലെ ഖതീബും കടന്നു വന്നു. മകളോടും മരണവും നരകവും പരലോകവും സിറാത്തുമെല്ലാം പറഞ്ഞു കൊടുത്തു. മോളെ, ഈമാനില്ലാതെ മരിച്ചു പോകും മോളെ, അല്ലാഹനെ മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. ആ 18 വയസ്സുകാരെ ഉപദേശിച്ചിട്ടും അവരുടെ തീരുമാനത്തിനൊരു മാറ്റമില്ല. അവസാനം ആഴ്ചകൾക്ക് നിന്ന് കോടതിയിലെത്തി. അതാ ജഡ്ജി ചോദിക്കുകയാണ്, 18 കൊല്ലം പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കളെ നിനക്ക് വേണോ, ഇന്നലെ കണ്ടവനെ വേണോ? കോടതിയിലെ ജഡ്ജി ചോദിക്കുന്ന സമയത്ത് 18 വയസ്സുള്ള പെൺകുട്ടി പറയുകയാ, എനിക്ക് ദീനം വേണ്ട, മാതാപിതാക്കളെയും വേണ്ട, ഇന്നലെ കണ്ടവനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് ആ കോടതിയുടെ വരാന്തയിൽ കിടന്ന് ഉമ്മയും ബാപ്പയും നെഞ്ചു പൊട്ടിയിട്ട് കരയുമ്പോ ഒരു കൂസലുമില്ലാതെ കാമുകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് 18കാരി ഇറങ്ങി പോവുകയാ. അവന്റെ ബൈക്കിന്റെ പുറകിൽ കയറി അവരുടെ ദേവാലയത്തിൽ ചെന്ന് വിവാഹം കഴിച്ചു. അതിന്റെ ഫോട്ടോയെടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന യുവത്വേ, ഇത് കാണുമ്പോ ഉമ്മ പറയുന്ന വാക്കെന്തെന്നറിയോ? എന്റെ മകള് മാറിപ്പോയല്ലോ അല്ലാ, എന്റെ മുഖമൊന്ന് വാടിയാൽ കരയുന്ന മകളായിരുന്നല്ലോ, എന്റെ മോൾക്ക് എന്ത് പറ്റി? അവരുടെ ഹൃദയം കരിമ്പാറയെ പോലെയായി പോയല്ലോ. എന്റെ പടച്ചവനെ, എന്റെ കുഞ്ഞുമോൾക്ക് പറ്റിയത് ഇതിന്റെ കാരണം എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ? എന്തു പറഞ്ഞിട്ടും എന്തൊക്കെ കണ്ടിട്ടും നന്നാകാത്തവരുണ്ടല്ലോ, എന്തൊക്കെ ജീവിതത്തിൽ വന്നിട്ടും നന്നാകാത്തവർ. അതിന്റെ കാരണമാണോ ഞാൻ പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അവഗണിക്കുന്നവർ, അതിനെ പരിഗണിക്കാത്തവർ, അതിനെ നിസാരമായി കാണുന്നവർ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നവർ, അവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടർന്ന് പറയുകയാണ്, വൈന തദൂഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദന്നബദാ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാണ്, വഇദഊഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദന്നബദാ. നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം പിന്നെ ഒരിക്കലും കേറില്ല ചെറുപ്പക്കാരാ. ഹിദായത്ത് വരില്ലടാ, നിന്റെ വെളിച്ചം നിന്റെ ഹൃദയത്തിനകത്ത് കേറില്ല. ആരൊക്കെ ഉപദേശിച്ചാലും നീ നന്നാകില്ല, ആരൊക്കെ തലകുത്തിക്കിടന്ന് ഉപദേശിച്ചാലും നീ നന്നാകില്ല. നന്നാകുമായിരുന്നെങ്കിൽ ഈ 18കാരി നന്നാകുമായിരുന്നു. അവരുടെ ഗർഭം ചുമന്ന ഉമ്മയല്ലേ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച മാതാവാട് തന്റെ പൊന്നമകളുടെ കൈപിടിച്ചിട്ട് അവിടെ നിന്ന് ഉപദേശിച്ചത്. ആയുസ് മുഴുവനും തന്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച വാപ്പയല്ലേ കാലിൽ പിടിച്ച് കരഞ്ഞത്. ഒരുപാട് പേര് ഉപദേശിച്ചല്ലോ. പള്ളിയിലെ ഉസ്താദ് മരണം പറഞ്ഞു കൊടുത്തല്ലോ, അവർ പറഞ്ഞു കൊടുത്തല്ലോ, മസറ പറഞ്ഞു കൊടുത്തല്ലോ, നരകം പറഞ്ഞു കൊടുത്തല്ലോ. എന്തൊക്കെ പറഞ്ഞിട്ടും ആ പെൺകുട്ടി അവിടെ നിന്ന് നന്നാകാൻ തയ്യാറായില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ ഒരാളും പറഞ്ഞത് അവള് കേട്ടില്ല. എത്ര ഉപദേശിച്ചാലും അവളുടെ ചെവിയിലൊന്നും കേൾക്കൂല. എത്ര കിടന്ന് തലകുത്തി പറഞ്ഞാൽ കേൾക്കില്ലടോ. അമ്മയല്ലേ പറഞ്ഞത്, മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഹൂ അസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ.
അല്ല പറയുകയാ, നിന്റെ മകളുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. കഞ്ചാവടിച്ച് വീട്ടിൽ കയറി വരുന്ന ഉമ്മയെ തല്ലുന്ന മക്കളെ കണ്ടിട്ട് എന്തേ റബ്ബേ എന്റെ മോനിങ്ങനെയായി പോയത്, മകനെന്തേ ഇങ്ങനെയായി പോയത്, പ്രായം ചെന്നിട്ടും എന്റെ വാപ്പ എന്തേ അല്ലാഹ് വ്യഭിചരിക്കുന്നത്? അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഒരു നന്മയും അവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലൂല. അല്ലാഹു അവരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയം അല്ലാഹു അടച്ചിട്ട് സീല് വെച്ചടാ ചെറുപ്പക്കാരാ. അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ല പറയുകയാ, ഈ ചെവിയും അടച്ച് ഹൃദയവും അടച്ചിട്ട് അല്ല സീല് വെക്കും. അല്ല വെച്ച സീല് പൊട്ടിക്കാൻ ഈ ലോകത്താരെ കൊണ്ടാ കഴിയുക? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ